കഥയാരംഭിക്കുന്നത് നവാബുകളുടെ നഗരമായ ലക്നൌവിലെ തെരുവുകളിൽ നിന്നുമാണ്. അൻവർ എന്ന നിഷ്കളങ്കനായ ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. അൻവർ ലക്നൌവിൽ തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്. ഉമ്മയും സഹോദരി സുരയ്യയും അടങ്ങുന്ന ഒരു സാധാരണ മധ്യവർഗ മുസ്ലിം കുടുംബമാണത്. അൻവറിന്റെ ലോകം അല്പം വ്യത്യസ്തമായിരുന്നു. അവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു ഗവേഷണത്തിനിടയിലാണ് അൻവർ മാസ്റ്റർ പാഷയെ കണ്ടുമുട്ടുന്നത്. മാസ്റ്റർ പാഷ ഒരു കാലത്ത് മികച്ച നടനായിരുന്നു. എന്നാൽ തന്റെ പ്രണയിനിയുടെ മരണശേഷം അയാളുടെ ലോകം തന്നെ മാറിമറിഞ്ഞു. ആളുകൾ അയാളെ ഭ്രാന്തനായി കണക്കാക്കി അയാളുടെ വാക്കുകൾ കേട്ട് പരിഹസിച്ചു. പക്ഷേ അൻവർ ആ ഭ്രാന്തൻ വാക്കുകളിൽ ആഴത്തിലുള്ള വേദനയും പ്രണയത്തിന്റെ സത്യവും കണ്ടു. പ്രണയം മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന അത്ഭുതകരമായ ഒന്നാണ് എന്ന് മാസ്റ്റർ പാഷ പലപ്പോഴും പറയുമായിരുന്നു. എന്റെ പ്രണയം കൃഷ്ണനും മീരയും പോലെ നിസ്വാർത്ഥവും അനശ്വരവുമാണ്. പാഷയുടെ ഈ വാക്കുകൾ അൻവറിന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. അറിഞ്ഞോ അറിയാതെയോ അവൻ സ്വയം ഒരു കൃഷ്ണനായി സങ്കല്പിക്കാൻ തുടങ്ങി. തന്റെ മീരയ്ക്കായി കാത്തിരിക്കാനും ആരംഭിച്ചു. അന്നൊരു ദിവസം പതിവ് പോലെ അൻവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ മെഹ്റുവിൽ പതിഞ്ഞു. മെഹ്റുവും കുടുംബവും അവരുടെ വീട്ടിൽ പുതിയ വാടകക്കാരായി എത്തിയതായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അൻവറിന് അവളോട് പ്രണയം തോന്നി. താൻ തന്റെ മീരയെ കണ്ടെത്തിയതായി, തന്റെ തിരച്ചിൽ അവസാനിച്ചതായി അവൻ ആ നിമിഷം തോന്നി. പതിയെ അവർ സംസാരിക്കാൻ ആരംഭിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ ആ പരിചയം നല്ലൊരു സൗഹൃദമായി വളർന്നു. ഒരു ദിവസം അവർ പാർക്കിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. മെഹ്റു തന്റെ മനസ്സ് തുറന്നു. എനിക്ക് ഈ രാജ്യത്തോടെ വെറുപ്പാണ്. എവിടെ നോക്കിയാലും പൊടിയും മഴുക്കും ചൂടും പ്രശ്നങ്ങളും മാത്രം. എനിക്കിവിടെ ജീവിക്കണ്ട. എനിക്ക് വല്ല അമേരിക്കയിലേക്കും പോകണം. അവളുടെ ആ വാക്കുകൾ അൻവറിൽ ഒരു ആഘാതമായിരുന്നു ഏർപ്പെടുത്തിയത്. എങ്കിലും അവൻ തന്റെ പ്രണയം വെളിപ്പെടുത്തി. അൻവർ പറഞ്ഞു, നമ്മൾ ജീവിതകാലം മുഴുവൻ 24 മണിക്കൂറും ജോലി ചെയ്താലും നമുക്ക് അമേരിക്കയിലേക്ക് പോവാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനുള്ള കഴിവോ ത്രാണിയോ എനിക്കില്ല. മെഹ്റു ഒരു പ്രാക്ടിക്കൽ പെൺകുട്ടിയായിരുന്നു. അവൾ അൻവറിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അൻവർ, എന്റെ വാക്കുകൾ തെറ്റായി എടുക്കരുത്. പക്ഷേ നിന്റെ ചിന്താഗതി വളരെ ചെറുതാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് മെഹ്റു. പ്രണയം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോവില്ലല്ലോ. നീ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് കൊണ്ട് നിനക്കൊന്നും നേടാൻ പറ്റില്ല. നിന്റെ സുഹൃത്ത് ആ ഉദത്തിനെ നോക്കിക്കേ. അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും കഴിഞ്ഞ് അവൻ അമേരിക്കയിൽ ജോലിയും കിട്ടി. ഈ മാസ്റ്റർ പാഷയെ പോലുള്ളവരുടെ വാക്കും കേട്ട് അയാളുടെയൊക്കെ കൂടെ നടന്ന നീ വെറും ഒരു തോൽവിയായി പോവേയുള്ളൂ. അവർ ഈ സംസാരം തുടർന്നിരിക്കെ അങ്ങോട്ടേക്ക് പോലീസ് എത്തി. പോലീസുകാരൻ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പൊതുസ്ഥലത്ത് നിങ്ങൾ എന്തു ചെയ്യുക? അൻവർ വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസുകാരൻ മെഹ്റുവിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്ത് മോശമായ തരത്തിൽ സംസാരിച്ചു. തന്റെ പ്രണയിനിക്കെതിരെ ആ വാക്കുകൾ കേട്ട് അൻവറിന്റെ രക്തം തിളച്ചു. നിയന്ത്രണം വിട്ടിയവൻ പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ചു. മെഹ്റു പേടിച്ച് നിലവിളിച്ചിരുന്നു. അവനെ തടയാൻ തുടങ്ങി. അവളുടെ ശബ്ദം കേട്ട് അൻവർ നിർത്തിയെങ്കിലും അവന്റെ കണ്ണുകളിൽ അപ്പോഴും ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ അവിടെ നിന്ന് പോയി. പക്ഷെ ആ വൈകുന്നേരം അവരുടെ ബന്ധത്തിനിടയിൽ വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടാക്കി. പോകുന്ന വഴിയിലുടനീളം മൗനമായിരുന്നു കനത്തു നിന്നത്. മെഹ്റുവിന്റെ ഉള്ളിലെ ദേഷ്യമടങ്ങിയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അവൾ അൻവറിനോട് പറഞ്ഞു, ഇതുകൊണ്ടാ എനിക്ക് ഈ നാടിനെ വെറുപ്പ്. ഇവിടെ അന്തസ്സോ സമാധാനമോ ഇല്ല. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. അൻവർ മൗനമായിരുന്നു ചിന്തിച്ചു. മെഹ്റുവിന്റെ ഈ വെറുപ്പ് മാറ്റാൻ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആശയക്കുഴപ്പത്തിലായ അവൻ വീണ്ടും മാസ്റ്റർ പാഷയുടെ അടുത്തെത്തി. പാഷ അവന്റെ അസ്വസ്ഥതകളെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വിശദീകരിച്ചു, അൻവർ, നീ അവളെ സത്യസന്ധമായാണ് പ്രണയിക്കുന്നതെങ്കിൽ അവളുടെ വികാരങ്ങളെയും നീ മാനിക്കണം. പ്രണയം ഒരു വാശിയല്ല. അവൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് തിരുത്താൻ സാധിക്കുമെങ്കിൽ അത് തിരുത്തണം. നിന്നെ തിരുത്തണമെങ്കിൽ അത്തരത്തിലും ആകണം. പക്ഷേ അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ അൻവറിന്റെ മനസ്സ് തയ്യാറായിരുന്നേയില്ല. കുറച്ചു ദിവസങ്ങൾ തുടർന്നു പോയി. മനസ്സിനെ വേട്ടയാടുന്ന ചിന്തകളുമായി ഒരു ദിവസം അൻവർ തന്റെ സുഹൃത്ത് ഉദിത്തിനെ കാണാൻ പോയി. ഉദിത്തിന്റെ മുഖം വിജയശ്രീ ലാളിതമായി തിളങ്ങുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ ആവേശത്തിലായിരുന്നു അവൻ. അൻവർ, ഞാൻ US-ലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. എനിക്ക് വിസയും ലഭിച്ചു. അധികനാൾ ഇവിടെ ഞാൻ ഉണ്ടാവില്ല. ഉദിത്ത് ആഹ്ലാദത്തോടെ പ്രഖ്യാപിച്ചു. ഉദിത്തിന്റെ വാക്കുകൾ അൻവറിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു തിരിച്ചറിവുണ്ടാക്കി. മെഹ്റുവിന്റെയും ഉദിത്തിന്റെയും ആഗ്രഹങ്ങൾ എത്രമാത്രം ഒന്നുചേർന്നാണ് നിൽക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം അമേരിക്കയാണ്. രണ്ടുപേർക്കും ഈ നാടിന്റെ പരിമിതികളിൽ വെറുപ്പാണ്. അൻവർ അന്ന് ഒരുപാട് ചിന്തിച്ചു. അൻവറും മെഹ്റുവും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. കശപിശകളുണ്ട്. എന്നാലും അവളുമായി സംസാരിക്കാൻ, അവളെ കാണുവാൻ മെഹ്റുവിന്റെ വീട്ടിലേക്ക് അൻവർ പോയി. പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അൻവർ പുറത്ത് മെഹ്റുവിനെ തിരയാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒഴിഞ്ഞൊരു കെട്ടിടത്തിന്റെ സമീപം ഉദിത്തിന്റെ ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അവൻ കണ്ടു. അസ്വാഭാവികമായ സംശയം തോന്നിയ അവൻ അകത്തേക്ക് കടന്നു ചെന്നു. ആ ഒഴിഞ്ഞ കെട്ടിടത്തിനകത്ത് നിന്ന് ഉദിത്തും മെഹ്റുവും സംസാരിക്കുകയാണ്. സാധാരണ സൗഹൃദപരമായ ഒരു രീതിയിലായിരുന്നില്ല
അവർ കാണപ്പെട്ടത്. ഇരുവരുടെയും കണ്ണുകളും അൻവറിനെ കണ്ടപ്പോഴുള്ള ഭാവവ്യത്യാസവും അത് വിളിച്ചോതുന്നുണ്ടായിരുന്നു. നിന്ന നിൽപ്പിൽ തന്റെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ അൻവറിന് തോന്നി. താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടി തന്റെ ബാല്യകാല സുഹൃത്തിന്റെ ഒപ്പം തനിച്ചൊരിടത്ത് കാണപ്പെടുന്നു, അതും സംശയാസ്പദമായ സാഹചര്യത്തിൽ. പിന്നീട് ഉദിത്തിനെ തനിച്ചു കിട്ടിയപ്പോൾ എന്താ അവിടെ നടന്നത് എന്ന് അൻവർ അവനോട് ചോദിച്ചു. ഉദിത്ത് പറഞ്ഞു, പോകുന്നതിനു മുമ്പ് ഞാൻ മെഹ്റുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അൻവർ ഉടൻ അവനോട് പറഞ്ഞു, നീ ഒരു ഹിന്ദുവല്ലേ? അവളുടെ ബന്ധുക്കൾ ഇതറിഞ്ഞാൽ നിന്റെ ശരീരഭാഗങ്ങൾ ലക്നൌവിലെ ഓടകളിൽ നിന്നായിരിക്കും കിട്ടുക. മെഹ്റുവിനെ പിന്നീട് ആരും കാണുക പോലുമില്ല. ഞാനും മെഹ്റുവും ഒളിച്ചോടിയാലോ? പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു. അറിയാലോ, നീ ഒരു ഹിന്ദുവും മെഹ്റു മുസ്ലിമുമാണ്. ഈ നഗരം നിന്ന് കത്തും, ആകെ ഇവിടെ പ്രശ്നമാകും. ഏറ്റവും നല്ലത് ഇനി നീ അങ്ങോട്ടേക്ക് മെഹ്റുവിനെ കാണാതിരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നീ ഇനി എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. വഞ്ചിക്കപ്പെട്ടവന്റെ വേദന അൻവറിന്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. ഒപ്പം ഒരു ദേഷ്യവും ആ കണ്ണിൽ മിന്നിത്തിളങ്ങി നിന്നു. അൻവർ പിന്നീട് ആലോചനയിൽ മുഴുകി. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവസാന പ്രതീക്ഷയോടെ ടെറസിലുണ്ടായിരുന്ന മെഹ്റുവിനെ കാണാൻ അൻവർ കടന്നു ചെന്നു. കണ്ണുകളിൽ കണ്ണുനീരും ശബ്ദത്തിൽ വിറയലുമായി അവൻ പറഞ്ഞു, മെഹ്റു, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ദയവായി എന്നെ വിട്ടു പോവരുത്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ മെഹ്റു പരിഹാസത്തോടെ പറഞ്ഞു, എന്താ നീ കുട്ടികളെ പോലെ സംസാരിക്കുന്നേ? നീ എന്നെ പ്രണയിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടേയില്ല. മെഹ്റുവിന്റെ ആ വാക്കുകൾ അൻവറിന്റെ ലോകം തന്നെ ഇല്ലാതാക്കി. അവൻ നിസ്സഹായനായി അവിടെ നിന്നു. ഒടുവിൽ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മെഹ്റുവും മുദിത്തും ഒളിച്ചോടി. പിന്നിൽ മെഹ്റുവിന്റെ ഉമ്മയുടെ നിലവിളി മാത്രം അവശേഷിച്ചു. വിവരമറിഞ്ഞ് അവളുടെ ബന്ധുക്കൾ അവിടെ എത്തി. അവരാണെങ്കിൽ വളരെയധികം മതഭ്രാന്തുള്ളവരായിരുന്നു. അൻവർ ഇതൊക്കെ കണ്ട് ആദ്യം മൗനമായിരുന്നതേയുള്ളൂ. മെഹ്റു ആരുടെ കൂടിയാണ് പോയത്, എന്താണ് സംഭവിച്ചത് എന്നവന് കൃത്യമായിട്ടറിയാം. പക്ഷെ അത് തുറന്നു പറയാൻ അവൻ മടിച്ചുകൊണ്ടിരുന്നു. തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നവനേറെക്കുറെ അറിയാമായിരുന്നു. പക്ഷേ മെഹ്റുവിന്റെ ഉമ്മ വേദനിച്ച് പൊട്ടിക്കരയുകയും പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ ഉമ്മയുടെ വേദന കാണാൻ പറ്റാതെ തനിക്കറിയാവുന്ന സത്യങ്ങൾ അൻവർ വെളിപ്പെടുത്തി. മെഹ്റു ഉദിത്തെന്ന ഹിന്ദു പയ്യനോടൊപ്പമാണ് പോയത് എന്നവൻ പറഞ്ഞു. ആ വാർത്ത ഒരു തീപ്പൊരി പോലെ പടർന്നു. മെഹ്റുവിന്റെ ബന്ധുക്കൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവർ അൻവർ പറഞ്ഞ വിലാസത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ പോകുന്ന ബസ്സുകൾ തടഞ്ഞു. ഒടുവിൽ ഉദിത്തും മെഹ്റുവും യാത്ര ചെയ്ത് ബസ് അവർ കണ്ടെത്തി. അവരെ താഴെ വലിച്ചിറക്കി. ആ കാഴ്ച തന്നെ ഭയാനകമായിരുന്നു. അവർ ഉദിത്തിനെ അത്രമേൽ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. അവന്റെ അമേരിക്കൻ സ്വപ്നങ്ങളെല്ലാം മണ്ണടിഞ്ഞില്ലാതായി. മെഹ്റുവിനും ശക്തമായ മർദ്ദനമേറ്റിരുന്നു. പാതി ജീവനുള്ള അവസ്ഥയിൽ അവൾ വീട്ടിലേക്ക് എത്തിക്കപ്പെട്ടു. മുറ്റത്തു നിൽക്കുന്നുണ്ടായിരുന്ന അൻവറിനെ അങ്ങോട്ടേക്ക് കടന്നുവന്ന് മെഹ്റു നോക്കി. തന്റെ അവസ്ഥയ്ക്ക് കാരണം അൻവറാണെന്ന് അവളുടെ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ദേഷ്യം, വേദന എല്ലാം ആ നോട്ടത്തിൽ നിറഞ്ഞിരുന്നു. അൻവറിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നിസ്സഹായനായി അവൻ നിന്നു. ബന്ധുക്കൾ അവളെ ഒരു മുറിയിലടച്ചു. ഉദിത്തിന്റെ മരണം അവളെ ആകെ തകർത്തു കളഞ്ഞിരുന്നു. ആ രാത്രി അവൾ ആ മുറിയിൽ തൂങ്ങി മരിച്ചു. രാവിലെ വാതിൽ തുറന്നപ്പോൾ മെഹ്റുവിന്റെ മൃതദേഹം കണ്ട അൻവർ ആകെ തകർന്നു തന്നെ പോയി. അവൻ പൊട്ടിക്കരഞ്ഞു. ഉദിത്തിന്റെ മരണത്തിനും മെഹ്റുവിന്റെ ആത്മഹത്യക്കും താനാണ് കാരണമെന്ന കുറ്റബോധം അവന്റെ ഉള്ളിൽ ആഴത്തിൽ പതിച്ചു. അതവനെ വേട്ടയാടാൻ ആരംഭിച്ചു. വേദന നിറഞ്ഞ് അവൻ വല്ലാത്തൊരവസ്ഥയിലെത്തി. ലക്നൌവും തന്റെ ഗവേഷണവും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാൻ അവന് തോന്നി. ലക്ഷ്യമില്ലാതെ അവനൊരു ബസ്സിൽ കയറി. ബസ് മുന്നോട്ടേക്ക് സഞ്ചരിച്ചു. വിജനമായ ഒരിടത്തെത്തിയപ്പോ ബസ് നിർത്താൻ അവൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ബസ് ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഇവിടെ ഇറങ്ങിയ നേരം വെളുക്കുന്നതുവരെ ബസ് കിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്നെ പറ്റി ആലോചിക്കേണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവറെ കൊണ്ട് നിർബന്ധിച്ച് ബസ് നിർത്തിച്ച് അൻവർ അവിടെ ഇറങ്ങി. പൊടിപടലങ്ങൾക്കിടയിലൂടെ ബസ് മുന്നോട്ടു പോയി. അൻവർ മുന്നോട്ടേക്ക് നടന്നു. അവിടെ ഒരു പഴയ ക്ഷേത്രമുണ്ടായിരുന്നു. അൻവർ അങ്ങോട്ടേക്കെത്തി ക്ഷേത്രത്തിന്റെ പടികളിലിരുന്നു. ഓർമ്മകൾ വേദനകളായി പെയ്തിറങ്ങി. ആ രാത്രി മുഴുവൻ അവൻ ആ തണുത്ത തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. നേരം വെളുത്തപ്പോ അവനടുത്തുള്ള നദിയിൽ പോയി മുഖം കഴുകി ശുദ്ധി വരുത്തി. ക്ഷേത്രത്തിന്റെ പുറംഭാഗത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചു. പുരാതനമായൊരു ക്ഷേത്രത്തിനു മുമ്പിൽ ഒരു അപരിചിതൻ നമസ്കരിക്കുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഒരു കുട്ടി അത് കണ്ടു. അൻവറിന്റെ ബാഗ് അവിടെ ഒരു ഭാഗത്ത് വെച്ചിരുന്നു. ആ ബാഗ് ആ പയ്യൻ തുറന്നു നോക്കി. അതിലാണെങ്കിൽ അവന്റെ റിസർച്ചിന്റെ ഭാഗമായുണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെ ഭൂപടങ്ങളും രേഖകളുമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി ആ ബാഗ് എടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു. ഒരു മുസ്ലിം ക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും അയാളുടെ കയ്യിൽ എന്തോ മാപ്പുകളും മറ്റുമുണ്ട് എന്ന കാര്യവും കുട്ടി കൂട്ടിച്ചേർത്തു. വാർത്ത കാട്ടുതീ പോലെ ആ പ്രദേശത്ത് പടർന്നു. വൈകാതെ ആ വിവരം അവിടുത്തെ ഒരു വലതുപക്ഷ പ്രാദേശിക നേതാവിന്റെ ചെവിയിലുമെത്തി. അയാളത് തന്റെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാം എന്ന് മുൻകൂട്ടി കണ്ടു. ഒന്നും അന്വേഷിക്കാതെ ചിന്തിക്കാതെ അയാൾ പുറത്തിറങ്ങി. ജനങ്ങളോടായി അയാൾ
വിളിച്ചു പറഞ്ഞു, നമ്മുടെ നാട് അപകടത്തിലാണ്. ഒരു തീവ്രവാദി ക്ഷേത്രത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു. വിവരം രൂക്ഷമായ അവസ്ഥയിൽ പരക്കാൻ തുടങ്ങിയിരുന്നു. വലിയ ജനക്കൂട്ടവും മാധ്യമങ്ങളും അങ്ങോട്ടേക്ക് ഓടിയെത്തി. നേതാവ് ക്യാമറയ്ക്ക് മുമ്പിൽ വലിയ ദേശഭക്തി പ്രസംഗം തന്നെ നടത്തി. തീവ്രവാദത്തിനും രാജ്യസംരക്ഷണത്തിനും രാജ്യസ്നേഹത്തിനും ഉതകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കണമെന്ന ആഹ്വാനം. കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ കൂടുതലായി വിശദീകരിക്കൽ, തങ്ങളുടെ മതത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ തങ്ങളെ ഉള്ളൂവെന്ന വാദം. കഥ അവിടെ നിന്നും അവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് തിവാരിയിലേക്ക് തിരിയുന്നു. അദ്ദേഹം ജീവിതത്തിൽ തന്റെ തന്നെ പോരാട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസറിന്റെ അവസാന ഘട്ടത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ ആ അവസാന കാലത്ത് അവരുടെ കൂടെ അധിക സമയം ചെലവഴിക്കാൻ തിവാരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം SP തിവാരി അതിന് അനുവദിച്ചില്ല. ഡ്യൂട്ടിക്കായി അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അദ്ദേഹം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും പുറത്ത് കാട്ടുതീ പോലെ വരുന്ന വിവരമറിഞ്ഞ് കുറേയധികം ഭക്തരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും മീഡിയയും ഒത്തുതടിച്ചുകൂടിയിരുന്നു. പുറത്തു പടർന്ന കാര്യങ്ങൾ കാരണം അകത്തുള്ളതൊരു തീവ്രവാദിയാണ്. ആ ആയിരക്കണക്കിന് ആളുകൾ അൻവറിന്റെ രക്തത്തിനായി ദാഹിച്ചു. അകത്ത് അൻവർ ഭയന്നിരിക്കുകയാണ്. പുറത്തെന്തോ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും താൻ അതിന്റെ ഇരയായിരിക്കുന്നു എന്നും അൻവർ മനസ്സിലാക്കി. അങ്ങോട്ടേക്കെത്തിയ SP തിവാരി കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആദ്യം അകത്തുള്ള ആയുധധാരി അയാൾ തീവ്രവാദിയാണോ, ആണെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. നേരിട്ട് ചെന്നാൽ അപകടമുണ്ടായേക്കാം. അതുകൊണ്ട് തിവാരി അവിടുത്തെ ഒരു മൗലവിയെ വിളിച്ചു വരുത്തി. തീവ്രവാദിയുമായി സംസാരിക്കാൻ മൗലവിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. മൗലവിക്കും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ ഭയമുണ്ടായിരുന്നു. എന്നാലും നാടിന്റെ നന്മയ്ക്കും വേണ്ടി അയാൾ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെത്തിയപ്പോൾ ആയുധധാരിയായ ഒരു തീവ്രവാദിയെ ആയിരുന്നില്ല മൗലവിക്ക് കാണാൻ കഴിഞ്ഞത്. മറിച്ച് പേടിച്ചു വിറച്ച ഒരു മനുഷ്യനെയാണ്. അൻവറുമായി സംസാരിച്ചപ്പോൾ തന്റെ കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന വെറും സാധാരണക്കാരനായ ഒരുവനാണ് അൻവർ എന്ന് മൗലവിക്ക് മനസ്സിലായി. പക്ഷേ അപകടം മൗലവിക്കും അറിയാമായിരുന്നു. മൗലവി പറഞ്ഞു, മോനെ, നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷേ പുറത്തുള്ളവർക്ക് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഒരു തീവ്രവാദിയായി കഴിഞ്ഞു. നീ കീഴടങ്ങിയാലും അവര് നിന്നെ ക്രൂരമായി ഉപദ്രവിക്കും. ഇതൊക്കെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ കളികളാണ്. അൻവർ നാലുപാടും വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. മൗലവി തിരികെ SP തിവാരിക്ക് അടുത്തെത്തി പറഞ്ഞു, അവൻ കീഴടങ്ങാൻ തയ്യാറല്ല സാർ. അവനാകെ ഭയന്നിരിക്കുകയാണ്. എന്താ നടക്കുന്നത്, എന്താ കാര്യമെന്നറിയാൻ നേരിട്ട് ചെല്ലാൻ SP തിവാരി തന്നെ തീരുമാനിച്ചു. തിവാരി അങ്ങോട്ടേക്കെത്തി അൻവറെ കണ്ടു. അൻവറിനെ കണ്ടതും അവനോട് സംസാരിച്ചതും അവനൊരു തീവ്രവാദിയൊന്നുമല്ല എന്ന് തിവാരിക്ക് മനസ്സിലായി. പക്ഷേ തിവാരിയും അൻവറിനോട് പറഞ്ഞു, രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. ഞാൻ ചെന്ന് നീ വെറുമൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞാലും ആ സത്യം ഇപ്പോൾ അംഗീകരിക്കപ്പെടില്ല. കാര്യങ്ങളാകെ വഷളായിരിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് പ്രശ്നങ്ങൾ തുടങ്ങിവെച്ച വലതുപക്ഷ നേതാവ് തന്റെ സ്വകാര്യ ജീവിതത്തിലെ ആവശ്യത്തിനായി മറ്റൊരിടത്ത് പോയിരിക്കുകയായിരുന്നു. അന്ന് വാലന്റൈൻസ് ഡേ ആണ്. നഗരത്തിലെ മജിസ്ട്രേറ്റിന്റെ ഭാര്യയോട് അയാൾക്ക് രഹസ്യമായൊരു താല്പര്യമുണ്ടായിരുന്നു. കയ്യിലൊരു കാർഡുമായി തന്റെ പ്രണയം അവരോട് വെളിപ്പെടുത്താനായിരുന്നു ആ നേതാവ് പോയത്. പക്ഷേ ആ സ്ത്രീ അയാളുടെ ആ കാർഡ് നിരസിച്ചു എന്ന് മാത്രമല്ല, അയാളെ അപമാനിച്ച് അവിടെ നിന്നിറങ്ങിപ്പോവാൻ പറയുകയും ചെയ്തു. ഒരു വശത്ത് ജനങ്ങളുടെ ഹീറോ എന്ന മട്ടിൽ മികച്ച അഭിനയം, മറുവശത്ത് ഒരു സ്ത്രീയിൽ നിന്ന് ലഭിച്ച അപമാനം. നേതാവിന്റെ ഈഗോ നല്ല രീതിയിൽ അങ്ങ് മുറിവേറ്റു. തന്റെ പ്രണയം നിരസിക്കപ്പെട്ടതിന്റെ പക ആ നഗരത്തിൽ തീർക്കാനായിരുന്നു അയാൾ തീരുമാനിച്ചത്. അയാൾ തന്റെ PAയെ വിളിച്ച് ആജ്ഞാപിച്ചു, നമ്മുടെ നഗരത്തിൽ ഇതെന്താ നടക്കുന്നേ? ഒരു വിദേശാഘോഷം നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. എല്ലാ കടകളിൽ നിന്നും കാർഡുകളൊക്കെ പിടിച്ചെടുക്കൂ. ഏതെങ്കിലും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നിച്ചു കണ്ടാൽ അവരെ അടിച്ച് ശരിയാക്കിയേക്ക്. കേൾക്കേണ്ട താമസം. നേതാവിന്റെ PA അത് ഏറ്റുപിടിച്ചു. പോലീസും അയാളുടെ ഗുണ്ടകളും നഗരത്തിൽ പ്രണയത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നഗരത്തിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങളും ആരംഭിച്ചു. ഇതൊക്കെ കഴിഞ്ഞതും നേതാവ് നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കായിരുന്നു പോയത്. അമ്പലത്തിലെ കാര്യങ്ങൾ നേതാവ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അപ്പോ ആ പയ്യൻ തീവ്രവാദിയാണെന്ന് നിനക്ക് ഉറപ്പൊന്നുമില്ലേ? അവനെ കണ്ടാൽ തന്നെ അറിയാം, തീവ്രവാദിയെ പോലെയുണ്ട്. അവന്റെ അമ്മ ആരെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ അവന്റെ അപ്പൻ ബില്ലാദൻ തന്നെയായിരിക്കും. ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നേ? മുഖ്യമന്ത്രി ദേഷ്യത്തോട് ചോദിച്ചു. നേതാവിന്റെ മുഖം മാറി. പിന്നാലെ മുഖ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. അവൻ ഇനി തീവ്രവാദിയാണെങ്കിലും അല്ലെങ്കിലും ആ പയ്യൻ മരിച്ചേ പറ്റൂ. എന്നാലേ ഇലക്ഷൻ വിജയിക്കാൻ പറ്റൂ. ക്ഷേത്രത്തിനകത്ത് പെട്ടിരുന്ന അൻവറാണെങ്കിൽ ഇതൊന്നും അറിയുന്നേയില്ല. അവനിപ്പോൾ വെറുമൊരു മനുഷ്യനല്ല, മറിച്ച് ഒരു വോട്ട് ബാങ്കായി മാറുകയാണെന്ന്. ഇതേസമയം ആ പ്രദേശത്ത് ആളുകൾ തടിച്ചുകൂടിയതോടെ ഒരു മേള പോലെ കാര്യങ്ങൾ മാറിയിരുന്നു. ജനക്കൂട്ടത്തെ പിടിച്ചു നിർത്താൻ ഭക്ഷണവും പാനീയങ്ങളും ഒരുക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടറായിരുന്നു വനിത.
തന്റെ ബോസിനെ ഇംപ്രസ് ചെയ്യാനും TRP കൂട്ടാനുമുള്ള ഓട്ടത്തിൽ എല്ലാരേക്കാളും മുന്നിലെത്തണം എന്ന അനിതയ്ക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അൻവറിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ അവൾ ശ്രമിച്ചു. ഒടുവിൽ അൻവറിന്റെ അടുത്തേക്കും അവൾ എത്തിച്ചേർന്നു. അൻവറിനോട് സംസാരിച്ചപ്പോ അവളും ഞെട്ടിപ്പോയി. ആ പയ്യൻ നിരപരാധിയാണ് എന്നവൾക്കും മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിക്കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനൊരു വഴിയുമില്ലെന്ന് അൻവറിനും ബോധ്യമായി. പുറത്തിറങ്ങിയാൽ ഉടൻ വെടിയേൽക്കും. ഉള്ളിലിരുന്നാൽ ടെൻഷനടിച്ച് ശ്വാസം മുട്ടി മരിക്കും. ഒടുവിലവൻ ഒരു തീരുമാനമെടുത്തു. അവൻ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നു. മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ, പോലീസിന്റെ തോക്കുകൾ, ക്യാമറകളുടെ ഫ്ലാഷ് ലൈറ്റുകൾ. അൻവർ ക്ഷേത്രത്തിന്റെ പടി കടന്ന ഉടനെ മുകളിൽ നിന്നും ലഭിച്ച ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടു. വെടിയുച്ചകൾ കൊണ്ട് ആ പ്രദേശം തന്നെ മുഴങ്ങി. അൻവറിന്റെ ശരീരം വെടിയുണ്ടകളാൽ തകർക്കപ്പെട്ടു. അവൻ നിലത്ത് വീണു. തന്റെ അവസാന നിമിഷത്തിൽ അൻവറിന്റെ കൺമുൻപിലെ കാഴ്ചകൾ മാറിമറിഞ്ഞു. അവനിപ്പോൾ പോലീസിനെയോ ജനക്കൂട്ടത്തെയോ കാണാൻ കഴിയുന്നില്ല. താൻ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണെന്നും മുന്നിൽ തന്റെ മീര നിൽക്കുകയാണെന്നും മീര തന്നെ വിളിക്കുകയാണെന്നും അവന് തോന്നി. തന്നെ വിളിക്കുന്ന മെഹ്റുവിനെ കണ്ട് അൻവറിന്റെ മുഖത്ത് സമാധാനമുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ ലോകത്തിലല്ലെങ്കിലും മരണത്തിന് ശേഷം തന്റെ പ്രണയം പൂർണ്ണമാകും എന്നാ നിമിഷം അവൻ ചിന്തിച്ചു. അൻവറിന്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. കുറേയധികം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മതം, രാഷ്ട്രീയം, പ്രണയം എന്നിവയെക്കുറിച്ചെല്ലാം. അൻവറിന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? മെഹ്റുവിന്റെ വഞ്ചനയാണോ? അതോ സ്വാർത്ഥനായ നേതാവും നമ്മുടെ ഇവിടുത്തെ സിസ്റ്റവുമാണോ? അതോ നാട്ടിലെ അവസ്ഥയറിഞ്ഞും പോകുന്ന വഴിയിൽ ഇറങ്ങി ക്ഷേത്രത്തിൽ അഭയം തേടിയ അൻവർ തന്നെയാണോ? ആരാണ് അൻവറിന്റെ മരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.